എന്താ ഈ നേരത്ത്? പകൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് വേണ്ടെന്ന് വെച്ചിട്ട് ഈ നേരത്ത്. കഴിഞ്ഞ 3 ദിവസമായി ജിജു എന്നോട് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. എന്നെ കണ്ടതായി പോലും ഭാവിച്ചിട്ടില്ല. അതിനെന്തെങ്കിലും കാരണം കാണും. ഉവ്വ്, ഞാൻ സാന്ദ്രയെ കണ്ടത് അവള് പറഞ്ഞു കാണും. അതെ, സത്യാദനെ കണ്ടിരുന്നെങ്കിൽ നീ എന്തു പറയുമായിരുന്നു? അയാൾ ഈ കാര്യം അറിഞ്ഞാൽ അവളെ ഇറക്കി വിടുമായിരിക്കും. എനിക്കും അതാണ് ആവശ്യം. സാന്ദ്ര എന്റെ കൂടെ ജീവിക്കും. എന്റെ ജീവിതത്തെക്കുറിച്ച് ജിജുക്കൊന്നും പറയാനില്ലേ? എനിക്ക് ജിജു മാത്രമേ ഉള്ളൂ. എന്റെ മുഴുവൻ മനസ്സും സ്നേഹവും ഞാൻ ജിജോയ്ക്ക് തന്നിട്ടുണ്ട്. തരാത്തതായി ഒന്ന് മാത്രമേ ഉള്ളൂ, എന്റെ ശരീരം. ഇതാ, അതും എടുത്തോളൂ. ജിജോയ്ക്ക് അതാണ് ആവശ്യം. അതിനുവേണ്ടി ജിജു ഇനി ഒരിക്കലും അവളുടെ അടുത്ത് പോകരുത്. ശ്രുതി, നീ കരുതുന്ന പോലെ ഞാനൊരു സെക്സ് ലൂണാറ്റിക് ആയിരുന്നെങ്കിൽ ഇതിനോടകം എത്രയോ തവണ നീ എന്നോടൊപ്പം കിടന്നേനെ. തെറ്റായൊരു വാക്കോ പ്രവൃത്തിയോ ഇന്നോളം എന്നിൽ നിന്നുണ്ടായിട്ടുണ്ടോ? ഞാനും സാന്ദ്രയും തമ്മിലുള്ള ബന്ധം വെറും സെക്സ് അല്ല. അത് നിനക്കെന്നല്ല, ആർക്കും മനസ്സിലാവില്ല. വാ, പോയി കിടന്നുറങ്ങ. പ്രിയാണോ? ആണെങ്കി ഇങ്ങോട്ട് പോരെ. എങ്ങോട്ട്? ഞാൻ കൺമുന്നിൽ തന്നെയാ. എവിടെ? നേരെ തിരിഞ്ഞു നോക്കിയാൽ ഒരു ഹൗസ് ബോട്ട് കാണാം. അതിലുണ്ട് ഞാൻ. പേടിക്കാനൊന്നും ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞു. നീ നല്ല രീതിയിൽ ജീവിക്കുന്ന കാണാൻ ആഗ്രഹിച്ചവരല്ല. അങ്ങനെ ഒരു ജീവിതം ജിജോന്ന് കിട്ടുമെങ്കിൽ അത് നടക്കട്ടെ. വേണ്ട മോളെ, കരയണ്ട. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും. എന്തിനായിരുന്നു മോളെ? ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. ഇനി എന്റെ കുഞ്ഞ് ഒന്നും സംഭവിക്കത്തില്ല. എല്ലാം നല്ലതിനാണെന്ന് കരുതി സമാധാനിക്കുക. അവനെന്തേ? അപ്പോഴേ വന്നതാ, പുറത്തുണ്ട്, ഇങ്ങോട്ട് കേറിയിട്ടില്ല. നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. ഞാനിപ്പോ വരാം. വേണ്ട ചേ, ഇനിയിപ്പോ പറയേണ്ടതല്ല, ഞങ്ങൾ എന്നെ പറഞ്ഞിട്ടുണ്ട്. തൃപ്തിയായില്ലയോ? വിളിക്കരുത്. നിന്നെ എന്റെ ഒരു അനിയനെ പോലെ ഞാൻ കരുതിയത്. പക്ഷെ നീ
നീ സാന്ദ്ര സത്യനാഥ് ആയതിൽ അറിഞ്ഞോ അറിയാതെ എനിക്കും പങ്കുണ്ട്. എന്നാൽ ഇപ്പൊ അറിഞ്ഞോണ്ട് ചിലതൊക്കെ ചെയ്യേണ്ടി വരും എനിക്ക്. അച്ചായൻ എന്താ ഭീഷണിപ്പെടുത്തുക? നിന്നെ സത്യനാഥനെ വഞ്ചിച്ചു, ജിജോയെ വഴിതെറ്റിച്ചു. ഇപ്പൊ ഇതാ നീ കാരണം പാവം പെങ്കുച്ച് കായലിൽ ചാടി ചാകാൻ നോക്കി. അങ്ങനെയുള്ള നിന്നെ ഭീഷണിപ്പെടുത്തുകയല്ല, വെട്ടി നുറുക്കുകയാണ് വേണ്ടത്. എടീ, നിനക്ക് ഈ കളരിക്കൽ ഡൊമിനിക്കിനെ അറിയത്തില്ല. തെറ്റിയ മഹാ ചെറ്റയാണ് ഞാൻ. Stop it. താൻ എന്ത് ചെയ്യും? ഈ ഡൊമിനിക് സുവിശേഷം ഇവിടെ വേണ്ട. Now you can get out from here. ഈ പാപത്തിന്റെ ശമ്പളം നിനക്ക് ഉടനെ കിട്ടും. എന്താ അച്ചായ? ഏത് പാപത്തിന്റെ കാര്യ അച്ചായൻ പറയുന്നത്? എനിക്കറിയില്ല. അച്ചായ, എല്ലാം എനിക്കറിയാം അച്ചായ. എത്രത്തോളം പോകുന്നു നോക്കിയതാ. എടോ താൻ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഇനിയിപ്പൊ അവളെ തല്ലാനും കൊല്ലാനും ഒന്നും പോണ്ട. നാലാളറിയാണ്ട് പ്രശ്നം ഒതുക്കണം, അതാ വേണ്ടത്. അച്ചായൻ ചെല്ലേ, ആ, നാളെ രാവിലെ ഇതുവഴി വന്നാൽ ആ. നമുക്കൊരുമിച്ച് ഹോസ്പിറ്റലിൽ പോവാം. ശ്രുതിയെ കാണണം. ഇന്നിപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നീനമോളെ മറന്ന് താൻ ഒരു കാര്യവും ചെയ്യണ്ട. അതെ സർ, എല്ലാം അറിയാമായിരുന്നിട്ടും ഒന്നും ഞാൻ പറയാതിരുന്നത് നീനമോളെ ഓർത്തിട്ട്. നീനമോൾക്ക് സാറും കൂടി ഇല്ലാണ്ടായാൽ എല്ലാം നേരെയായി വരണമെന്ന് സകല ദൈവങ്ങളെയും വിളിച്ച് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടില്ല. ഇനിയും ഞാനിവിടെ തുടരുന്നത് ശരിയല്ല സർ. സാർ എന്നോട് ക്ഷമിക്കണം. വരട്ടെ. എന്താടാ? വാ. ഹലോ, അഡ്വക്കേറ്റ് സക്കറി അല്ലേ? ആ, സത്യനാഥ, നാളെ രാവിലെ ഒന്ന് കാണണം. ചില ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ഡ്രാഫ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഒരു ഡൈവേഴ്സ് പെറ്റീഷനും. അതെ, മ്യൂച്വൽ കൺസെന്റ്.